അപ്പൊ നമ്മള് പിള്ളേര് സെറ്റൊക്കെ കൂടിയിട്ട് മലയാറ്റൂർക്ക് പോവാണ് കേട്ടാ. അപ്പൊ ദുഃഖ ശനിയാഴ്ചയാണ് നമ്മൾ പോണ. വൈകിട്ട് ഒരു 8 മണിയോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഈ പ്രാവശ്യം നമ്മൾ മല കയറാൻ കുഞ്ഞുമറിയത്തിനെയും കൊണ്ടാണ് കേട്ടോ പോയത്. അപ്പൊ വണ്ടിയിൽ കയറി കാറ്റടിച്ചപ്പോഴേക്കും ആള് നല്ല ഉറക്കമായി. അവിടെ എത്തുന്ന വരെ ആള് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ മലയാറ്റൂർ പോകുമ്പോൾ പകല് സമയങ്ങളിൽ പോണതിനേക്കാളും വളരെ ഭംഗിയാണ് കേട്ടോ. രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്ന് ഞങ്ങൾ കാണായിരുന്നു മലയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ദുഃഖ ശനിയാഴ്ച ആയതുകൊണ്ടും പിന്നെ പാതിര കുർബാനയ്ക്ക് ആൾക്കാർ വന്നിട്ടൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മലയാറ്റൂർ എത്തി. ഇനി നമ്മളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് കേൾക്കാത്തത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ള കാരണം ഞാനത് മ്യൂട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഇറങ്ങണം കേട്ടോ. 1 by 1 ആയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങണം. കുറേ ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ കുറേ ആൾക്കാരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ ഗായക സംഘത്തിലൊക്കെ ഉള്ള കാരണം പാതിര കുർബാനയ്ക്ക് കൊയറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് പേരൊന്നും വന്നില്ല. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു എൻജോയ്മെന്റ് ആയേനെ കേട്ടോ. പക്ഷെ നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റിയില്ല. കാരണം പള്ളിയിൽ കൊയർ പാതിര കുർബാനയുടെ കൊയറുള്ള കാരണം കൊണ്ട് നമുക്ക് അവരെ നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി ഉള്ളവരൊക്കെ കൂടി പോവാണ്. പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു ദിവസം പോവാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പലർക്കും പല ജോലിയും കാര്യങ്ങളൊക്കെ ആയ കാരണം അങ്ങനെ എല്ലാവരും കൺസിഡർ ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അത് പോക്കേ ഉണ്ടാവില്ല. അപ്പോൾ പോക്ക് തന്നെ ക്യാൻസലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളവരൊക്കെ കൂടി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമറിയത്തിൻ്റെ ആദ്യത്തെ മലയാറ്റൂർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമറിയത്തിന് ഈ പ്രായത്തിൽ മലയാറ്റൂർ കയറ്റാൻ പറ്റിയാലും പിന്നെ അവിടെ കൊണ്ടുപോകാൻ പറ്റിയാലൊക്കെ വളരെ സന്തോഷമുണ്ട്. ആളപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്പീക്കറിൽ അവർ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 10:30 ആയപ്പോൾ നമ്മൾ മല കയറണം എന്നാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ പറയണത്. എല്ലാവരും നല്ല എനർജി ആയിട്ട് ആക്റ്റീവായിട്ട് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. മലയാറ്റൂർ പോവാന്ന് പറഞ്ഞു. എല്ലാവരും നല്ല ഓക്കെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തീരുമാനമൊക്കെ എടുത്തു. പെട്ടെന്ന് പോക്കൊക്കെ നടന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു 1-ാം സ്ഥലം എത്തണ വരെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. 1-ാം സ്ഥലം എത്താനാണ് കൂടുതൽ ദൂരം. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-ാം സ്ഥലമാണെങ്കിൽ ഭയങ്കര എന്താ പറയുക കുത്തനെയുള്ള കയറ്റവും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ മല കയറണ വരെ എനിക്കൊരു ടെൻഷനും ഉണ്ടായില്ല. അവിടെ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ഞാൻ വെച്ചു ദൈവമേ ഇനി എങ്ങനെ മറിയത്തിനെടുത്ത് നമ്മൾ കയറി ഇറങ്ങും. കാരണം ഇനിയും ടഫായിട്ടുള്ള ഏരിയയാണ് വരുന്നത്. മലയിൽ ഇങ്ങനെ കുത്തനെയുള്ള കയറ്റല്ലേ. അതാണെങ്കിൽ മഴ പെയ്തിട്ട് മണ്ണൊക്കെ ഒലിച്ചു പോയി പാറകളാണ് നിറച്ചും. അപ്പോൾ ഇതിൽ മുന്നൊക്കെ നമ്മൾ മലയാറ്റൂർ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ദൈവമേ എങ്ങനെ മറിയത്തിനെ നമ്മൾ കയറ്റി ഇറക്കും, മറിയത്തിനെ വീട്ടിൽ നിർത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ നല്ലൊരു ടെൻഷൻ. ആ ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. പക്ഷേ മറിയം നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചു. ആൾ വാശി പിടിക്കുക കരയോ ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായ കാരണം എല്ലാവരും മാറി മാറിയൊക്കെ എടുത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടേ ഫീൽ ചെയ്തില്ല. വന്നിട്ടായാലും ആൾ മല കയറി കുറച്ച് എത്തി കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി. പിന്നെ മല കയറി ഇറങ്ങണ വരെ ആൾ ഉറക്കമായിരുന്നു. കയറണ സമയത്ത് ആൾ നല്ല ആക്റ്റീവായിട്ട് കാഴ്ചയൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ നോക്കി നല്ല സന്തോഷമായിട്ട് ഇരുന്നു. അവിടെ എത്തി ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. പിന്നെ നമുക്ക് ആളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ മലയാറ്റൂർ മല കയറുന്ന സമയത്തൊരു മലയാറ്റൂർ വൈബാണല്ലേ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല അങ്ങനെയല്ലേ. ആ ഒരു പാട്ടെന്ന് പറയുന്നത് മലയാറ്റൂർ വൈബാണ് ശരിക്കും. കാരണം നമ്മൾ അങ്ങനെ പാടുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആ ഒരു പാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു താളത്തിൽ നമ്മൾ അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെ ഓരോ ക്ലബ്ബിൽ നിന്നും അതേപോലെ തന്നെ പള്ളിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ട് വന്നിട്ട് അങ്ങനെ പാടി അവർ വേഗം വേഗം കയറി പോകുന്നത് കണ്ടു കേട്ടോ. ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് വേഗമൊന്നും കയറി പോയില്ല. നമ്മൾ ഉണ്ണിയൊക്കെയുള്ള കാരണം റെസ്റ്റ് എടുത്ത് സമാധാനത്തിൽ ആശ്വാസത്തിലൊക്കെയാണ് കേട്ടോ കയറിപ്പോയത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൊതുവെ നടക്കൽ കുറവാണല്ലോ. അപ്പോൾ ഏതിനും എവിടെ പോകണമെങ്കിലും വണ്ടിയുമ്മ പോവുക വണ്ടിയുമ്മ വരാം അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് മല കയറി ഇറങ്ങാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെല്ലാവരും റെസ്റ്റ് എടുത്ത് വളരെ സമാധാനത്തിൽ വളരെ പതിയെയാണ് കേട്ടോ കയറി പോകണുണ്ടായത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നെഞ്ചിടിപ്പ് നോക്കലും റെസ്റ്റ് ചെയ്യണതിൻ്റെ സമയത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്തും അധികം റെസ്റ്റ് ഒന്നും ഇല്ലാതെ വളരെ വേഗത്തിൽ കയറിപ്പോകുന്ന ഒരാളുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ലിജോ ചേട്ടൻ. ആൾ ഉണ്ണീനെ എടുത്ത് ഒരു എന്താ പറയുക നേർച്ച പോലെ കയറി ഇറങ്ങാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ആരും ചോദിച്ചിട്ട് ഉണ്ണീനെ കൊടുക്കണുണ്ടായില്ലേ. പിന്നെ നമ്മളെല്ലാവരും മാറി മാറി എടുത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരാൾ മാത്രം
വളരെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അങ്ങനെ മാറി മാറിയൊക്കെ എടുത്ത് കയറ്റിപ്പോയി. പക്ഷെ ഞങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ലിജോ ചേട്ടനെ മാത്രം കാണില്ല. അപ്പോൾ ആളെ കണ്ട് കിട്ടിയ സമയത്ത് നമ്മൾ ആളോട് സംസാരിക്കാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറയാണ് ആള് ചെറിയ പ്രായത്തിൽ 2 പ്രാവശ്യമൊക്കെ ഈ മല കയറി ഇറങ്ങാറുണ്ടെന്ന്. അപ്പം ഞാൻ പറയണം അതെന്താ പ്രായം, ഇതെന്താ പ്രായം എന്ന്. അപ്പം ഇവിടെ എത്തിയപ്പോഴേക്കും ആള് അത്യാവശ്യം വിയർത്ത് കിതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെയും നടക്കണം കേട്ടോ. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേ നമുക്ക് തനിയെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടാ. അപ്പൊ എല്ലാവരെയും പിടിച്ച് ഒരു ചങ്ങല പോലെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടാ. വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെ പോണായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് ഇങ്ങനെ അവിടം വരെ എത്തണമെന്ന്. പക്ഷെ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞ് നടന്നു തുടങ്ങിയപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും വലിയ കാര്യമായിട്ട് പറ്റിയില്ല. ഒന്ന് കയറിയ സ്ഥിതിക്ക് പിന്നെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. കയറിയ പോലെ തന്നെ ആർക്കും യാതൊരു അപകടമൊന്നും വരാണ്ട് ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ മല കയറാന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കുമ്പോഴേ എനിക്കധികം ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. മറിയാൻ എടുത്തിട്ട് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് മറിയാനെ മുകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വലിയ ടഫായിട്ട് തോന്നിയില്ല. കാരണം മറിയയിലേക്ക് എൻ്റെ ശ്രദ്ധ പോയതുകൊണ്ടായിരിക്കാം. ഞാൻ അവളെ സേഫായിട്ട് എത്തിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പക്ഷെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവുന്ന പോലെ തോന്നിയിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. കാലിന് വയ്യാത്തൊരു ചേട്ടനെ 3-4 പേര് കൂടി പൊക്കിയിട്ട് മല കയറ്റുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ ടച്ച് ചെയ്തു കേട്ടോ. എത്രമാത്രം വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ തോമാസ് ലീഹായുടെ എന്തോരം സ്നേഹം ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് അല്ലേ. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ വിശ്വാസം കുറേ കുറേ കൂടിയ പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മളെല്ലാവരും മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നുണ്ടായേ. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ചേട്ടൻ കൊച്ചിനെ തലയിൽ കഴുത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കണം. അപ്പം ഞാൻ വിചാരിക്കുക ഈ ചേട്ടന് നാളെ കാലത്ത് എണീക്കുമ്പോൾ കഴുത്ത് എന്തൊരു വേദനയായിരിക്കും, കഴുത്ത് അനക്കാൻ പറ്റാവോ? കാരണം താഴേന്ന് തൊട്ട് മേലെ വരെ അങ്ങനെ കൊണ്ടുപോകണം. മേലെ വരെ വേണ്ട, ഒരു ചെറിയൊരു ഏരിയ വരെ അങ്ങനെ നടക്കുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് മല കയറി ഇറങ്ങിയ ഒരു ഫീലില്ല. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫ്രഷായ പോലെ. ഞങ്ങളിങ്ങനെ മല കയറുമ്പോൾ പറയുന്നുണ്ട് നാളെ കാലത്ത് കാണാം, കാലം നനക്കാൻ പറ്റില്ല കേട്ടോ, മേലൊക്കെ വേദന എടുത്തിട്ട് എണീക്കോ എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മല കയറണേ. പക്ഷെ വീട്ടിലെത്തി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒരാൾക്കും അങ്ങനെ പറയാൻ പാകത്തിന് മേലുവേദനയോ കാലുവേദനയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ശരിക്കും എന്താ പറയുക, ശരിക്കും നന്നായിട്ടൊന്ന് ഫ്രഷായ ഒരു പ്രതീതിയായിരുന്നു നമുക്ക് മല കയറി ഇറങ്ങിയിട്ട്. അത് പുണ്യാളൻ്റെ ഒരു ശക്തിയായിരിക്കും. നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണല്ലോ മല കയറുന്നത്. അപ്പോൾ നമ്മളെ തമ്പുരാൻ കാക്കുന്നതായിരിക്കും. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ ഈസ്റ്ററിൻ്റെ പാതിര കുർബാന മലയാറ്റൂർ മലയുടെ മുകളിലുള്ള പള്ളിയിലാണ് കേട്ടോ പങ്കുകൊള്ളണേ. അപ്പോൾ നമ്മളെല്ലാവരും മലയുടെ മുകളിൽ എത്താറായിട്ടുണ്ട് ഏകദേശം. കുർബാനയുടെ സമയത്തിന് തൊട്ട് മുൻപായിട്ടാണ് കേട്ടോ നമ്മൾ മുകളിൽ എത്തിയത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പാതിര കുർബാനയ്ക്ക് ഈസ്റ്ററിൻ്റെ പാതിര കുർബാനയ്ക്കായാലും ക്രിസ്മസിൻ്റെ പാതിര കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ പള്ളിയിലിരുന്ന് ഉറങ്ങാറാണ് പതിവ്. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണേ. പ്രസംഗത്തിൻ്റെ സമയത്ത് 2 മിനിറ്റെങ്കിലും നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. പക്ഷേ ഉണ്ടല്ല, ഈ പ്രാവശ്യം നമ്മൾ മല കയറി നമ്മൾ വിചാരിച്ചു അത്രയും ക്ഷീണമായിരിക്കും, മലയുടെ എത്തുമ്പോൾ ഒന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ തോന്നുന്നൊക്കെ വിചാരിച്ചു നമ്മൾ മനസ്സിൽ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമ്മൾ മലയിലെത്തി, വെള്ളമൊക്കെ കുടിച്ച് നല്ല ഉഷാറായി. കുർബാന തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മളവിടെ എത്തി. നിറച്ചും ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ജനങ്ങളായിരുന്നു കേട്ടോ. ഉയർപ്പ് കാണാനും ദിവ്യബലിയിൽ പങ്കുകൊള്ളാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അവരെല്ലാവരും വെള്ളം വാങ്ങിക്കാൻ പോയേക്കാണ്. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. നമ്മൾ വാങ്ങിച്ചത് ടെൻഡർ കോക്കനട്ട് വാട്ടർ ആയിരുന്നു കേട്ടോ. നമുക്ക് അത്രയും ദാഹം ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, എന്തൊരു സൂപ്പർ വെള്ളമാണ്. എനിക്ക് തോന്നണത് നമുക്ക് അത്രയും ദാഹം ഉണ്ടായതുകൊണ്ടായിരിക്കാം അതിന് അത്രയും സ്വാദ് തോന്നിയത്. അത്യാവശ്യം നല്ല തണവും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ഇതിന് ഒരു ബോട്ടിലിന് മലമുകളിൽ 130 രൂപയാണ് കേട്ടോ. അതേസമയം മലയുടെ താഴ്വാരത്ത് 100 രൂപയുള്ളൂ. അത് അവർ മല കയറ്റുമ്പോൾ വരുന്ന ഒരു ചാർജാണ് കേട്ടോ അതിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വിലയൊന്നും നോക്കിയില്ല, അത്രമാത്രം ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അത് അപ്പോൾ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു മനസുഖം അതാണ് കേട്ടോ ഇപ്പം ഈ മുഖത്ത് കാണുന്നത്.
അത് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ കുടിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാ. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു വാട്ടർ കഴിച്ചത്. അതിലെന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ശരിക്കും ആ ഒരു കരിക്ക് വെള്ളം നമ്മളെങ്ങനെ കുടിക്കണം ആ ഒരു സ്വാദ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ലിജോ ചേട്ടൻ വെള്ളം കുടിക്കുമ്പോൾ മറിയ നോക്കണേ, എനിക്ക് തരാണ്ട് എന്തുറ്റാ കഴിക്കണേ, എനിക്കും വേണമല്ലോ എന്നുള്ളൊരു നോട്ടാണ് കേട്ടോ ആ ഒരു മുഖത്ത്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ ഫയർ വർക്കറാണ് കേട്ടോ. നമ്മളെല്ലാവരും കുർബാനയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മാത്രം മിസ്സിങ് ആണ്. അപ്പോൾ തക്കുനെ നോക്കിയപ്പോൾ തക്കു അവിടുത്തെ മെഴുതിരി കത്തിക്കുന്നിടത്താണ് ആള് വീട്ടിൽ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മെഴുതിരി, അതേപോലെ തന്നെ ചന്ദൻ തിരി, തീപ്പെട്ടി, ലൈറ്റർ ഈ വക സാധനങ്ങളൊന്നും കാണില്ല കേട്ടോ. ആൾക്ക് ഇങ്ങനെ എന്താ ഒരു പേപ്പറിൻ്റെ കഷ്ണമായാലും അതിങ്ങനെ കത്തിച്ച് അതിൽ നിന്ന് പുക വരുന്നതും തീ വരുന്നതും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയി പുണ്യാളുടെ അടുത്തൊക്കെ നേർച്ചയ്ക്ക് ഇട്ട്. പിന്നെയാണ് ഈ മലയിൽ ഈ കുരിശുകൾ കാണണം. ഓരോ മരത്തിൻ്റെ ചോട്ടിലും കുറേ കുരിശുകൾ. അപ്പം ഞാനതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോഴും തക്കു ഈ മെഴുതിരിയുടെ അവിടെ തന്നെയാണ് കേട്ടോ. ആളിങ്ങനെ എല്ലാ മെഴുതിരിയും കൂട്ടിയിട്ട് കത്തിച്ച് അത് കാണുമ്പോൾ ആൾക്കൊരു മനസ്സുഖം, ഒരു സന്തോഷം. അപ്പോൾ ഞാൻ പറയുന്നത് നിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലേ തക്കു എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് നീ പോയേ ഞാൻ കത്തിക്കട്ടെ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ പള്ളിയിൽ കുഞ്ഞു പള്ളിയിലൊക്കെ കയറി നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ആ സമയമായപ്പോഴേക്കും കുഞ്ഞുമറിയത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഉറങ്ങാനുള്ള തന്ത്രപ്പാടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. കുർബാന കഴിഞ്ഞ് അപ്പം തന്നെ ഇറങ്ങിയില്ല, കാരണം അപ്പം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഉണ്ണീനെ കൊണ്ട് ഇറങ്ങൽ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. തിരക്കൊന്നും അപ്പോഴും കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണീനെയും കൊണ്ട് അവർ ആ വഴിക്ക് സ്റ്റെപ്പുള്ള വഴിക്ക് ഇറങ്ങി ഒരു കുറച്ച് സ്ഥലം വരെ അങ്ങനെയാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പൊന്നുമില്ല, പിന്നെ ഇങ്ങനത്തെ വഴി തന്നെയാണ്. അപ്പോൾ ലിജോ ചേട്ടനും എല്ലാവരും ഉണ്ടായ കാരണം അവളെ മാറി മാറി എടുത്ത് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടാ. മല കയറിയതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് ഇറങ്ങണ സമയത്ത്. കാല് വിറച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ തന്നെയാട്ടോ പറഞ്ഞത്. മല കയറുന്ന സമയത്തായാലും ഇറങ്ങുന്ന സമയത്തായാലും എനിക്ക് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കിതയ്ക്കൽ, പിന്നെ ഇരിക്കണം എന്ന് തോന്നുക, വീഴാൻ പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഭയങ്കര എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷേ മറിയത്തിനെ എടുത്തിട്ട് ഞാൻ മല കയറിയപ്പോഴായാലും മറിയത്തിനെ എടുത്ത് ഞാൻ മല ഇറങ്ങിയപ്പോഴായാലും എനിക്ക് കാല് വിറയ്ക്കുകയെ ഇരിക്കണം എന്ന് തോന്നിയ ഒരു ക്ഷീണം ഉണ്ടാവേ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവളെ എങ്ങനെയും സേഫായിട്ട്, അവൾക്കൊന്നും പറ്റരുത്, അവളെ സേഫായിട്ട് എത്തിക്കണം എന്നുള്ള ഒരൊറ്റ മൈൻഡ് ആയതുകൊണ്ടായിരിക്കാം. ഇതൊന്നും കുഞ്ഞുമറി അറിയുന്നില്ല കേട്ടോ. കുഞ്ഞുമറി നല്ല ഉറക്കത്തിലാണ്. ആള് കയറിയപ്പോൾ മല കയറണ സമയത്ത് എല്ലാവരും നോക്കി നല്ല എൻജോയ് ചെയ്താണ് ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മല ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ആള് നല്ല ഉറക്കത്തിലായിട്ടാ. നമ്മൾ 10:30-ക്കാണ് കേട്ടോ കയറി. ഇപ്പം 2:07 കറക്റ്റ് 2:07 ആയിട്ടാ. 10:30-ക്ക് കയറി 2:07 ഇറങ്ങണ്. മറിയ ഉറങ്ങിട്ടാ. നല്ല സന്തോഷമുണ്ട് നമുക്ക് ഈ കൊല്ലം മല കയറി ഇറങ്ങാൻ പറ്റിയതിൽ. അതും ഈസ്റ്ററിൻ്റെ പാതിര കുർബാന നമ്മൾ കണ്ടു, ഉയർപ്പ് കണ്ടു, എന്നിട്ടാണ് കേട്ടോ ഇറങ്ങണേ. ഈ കൊല്ലം മലയാറ്റൂരാണ് ഈസ്റ്റർ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈ സമയമായിട്ടും നല്ല തിരക്കുണ്ട് ഇവിടെ. കറക്റ്റ് 2:15 എന്തൊക്കെ തിരക്ക്, നല്ല തിരക്കട്ടാ. എന്നാ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഇനി റിഫ്രഷ്മെന്റ് ഇത് പൊട്ടിക്കുന്നത് കാണിച്ചാണെങ്കിലാണ് ഇതിനകത്ത് കണ്ട ഇങ്ങനെ ഒരു സംഭവം. കഴിച്ചോ എന്നിട്ട് മതി. കഴിച്ചോ.